ഇതൊരു സാധാരണ സമ്മേളനമല്ല. ധർമ്മസന്ദേശയാത്രയുടെ ന്യൂസ് കേട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുണ്ടായത് ഇത് ദൈവികമായ ഊർജത്തിൻ്റെ, ധാർമ്മികമായ സ്പന്ദനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ശ്രേഷ്ഠമായ ഒരു വായുമണ്ഡലം തയ്യാറാകുന്നതിൻ്റെ കാലത്തിൻ്റെ നിയോഗമായി, ദൈവത്തിൻ്റെ നിയോഗമായി നടക്കുന്ന, നാം എല്ലാവരും കേട്ടിട്ടുള്ള, എപ്പോഴൊക്കെ ധർമ്മത്തിന് അതിക്ലാനി സംഭവിക്കുന്നുവോ അപ്പം ധർമ്മസ്ഥാപനയ്ക്ക് സ്വയം ഭഗവാൻ വരുമല്ല, വന്നു കഴിഞ്ഞു. നമ്മുടെ മുന്നിൽ ആ സമയം സമാഗതമായി കഴിഞ്ഞു. സർവശക്തിവാൻ തൻ്റെ കരങ്ങളിലൂടെ, പരമേശ്വരൻ തൻ്റെ സഹസ്രകോടി കരങ്ങളിലൂടെ, നമ്മൾ പറയും കൈയില്ലാത്ത ആളാണ്, പക്ഷെ സഹസ്രകോടി കരങ്ങളിലൂടെ തൻ്റെ കാര്യം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണില്ലാത്ത ആളാണ്, പക്ഷെ സഹസ്രകോടി കണ്ണുകളിലൂടെ ഈ വിശ്വത്തിന് കാഴ്ച കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഈ സഹോദരിക്ക് ഫീൽ ചെയ്തത് ഈ ധർമ്മ സന്ദേശ യാത്ര അകക്കണ്ണടഞ്ഞു കിടക്കുന്നവർക്ക് ഉൾക്കാഴ്ച കൊടുക്കാൻ, കൈയുണ്ടായിട്ടും കൈയുടെ കരുത്തിനെ സത്കർമ്മങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് തങ്ങളുടെ ശരീരവും മനസ്സും ധനവും ബുദ്ധിയും സമയവും സങ്കല്പവും ശ്വാസവും സദുപയോഗം ചെയ്ത് സുമംഗളത്തിലൂടെ വിശ്വമംഗളം നടത്താൻ പ്രേരണ കൊടുക്കാൻ, സ്വന്തം ജീവിതം കൊണ്ട് പ്രേരണ കൊടുക്കാനായി നമ്മുടെ ഗുരുപരമ്പര തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ധർമ്മ സന്ദേശ യാത്രയ്ക്ക് ശേഷം ഒരു മാറ്റം എന്നതിനേക്കാളും ഈ ധർമ്മ സന്ദേശ യാത്രയുടെ സങ്കല്പം ഇപ്പൊ തുടങ്ങിയോ, ആ സങ്കല്പത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അലകള് മാറ്റം അവശ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് യോഗ്യപാത്രങ്ങളിൽ പോയി തീർച്ചയായും സ്പർശിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഈ നേതൃത്വ സമ്മേളനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ഇത്രയും സംഘടനകളുടെ പ്രതിനിധികളായ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം. ഉപനിഷത്തുകളിൽ പറയാറുണ്ടല്ലോ, നേതൃത്വം എന്നത് വാക്കുകളല്ല, നേതൃത്വം എന്നത് പദവിയല്ല, നേതൃത്വം എന്നത് അധികാരമല്ല, നേതൃത്വം ശുദ്ധിയാണ്, നേതൃത്വം ശക്തിയാണ്. ഏത് ശക്തി? നമ്മുടെ സങ്കല്പങ്ങളെയും സംസ്കാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള നമ്മുടെ ശക്തിയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ നേതൃത്വ സമ്മേളനത്തിൽ നമുക്കെല്ലാവർക്കും, സ്വാമിജി പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ഒന്നാണ്. എന്തുകൊണ്ട്? നമ്മളെല്ലാം ഒരാളിൻ്റെതാണ്. നമ്മൾ ആത്മീയ സംഘടനകളിൽ ആധ്യാത്മിക ആചാര്യന്മാരെ നമ്മളെല്ലാവരും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എന്താണ്? നമ്മളെല്ലാം ഈശ്വരൻ്റെ മക്കളാണ്. അപ്പൊ ഈശ്വരന്റെ മക്കളായി എല്ലാവരെയും കാണാൻ കഴിയുന്നത് നമുക്കാണ്. അപ്പം ഈ ധർമ്മ സന്ദേശ യാത്രയിൽ എല്ലാ മഠങ്ങളും എല്ലാ ആത്മീയ സ്ഥാപനങ്ങളും ഒരുമിച്ച്, എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ, എത്ര മീറ്റിംഗ്സുകളിൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ, പരസ്പരം നോക്കാൻ, പരസ്പരം ആശയങ്ങളെ കൈമാറാൻ, പരസ്പരം സ്നേഹിക്കാനും സന്തോഷിക്കാനും നമുക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ധർമ്മ സന്ദേശ യാത്ര വിജയകരമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ വൈബ്രേഷനാണ് തീർച്ചയായും സമൂഹത്തിലേക്ക് പോകുന്നത്. ഇന്നത്തെ നേതൃത്വ സമ്മേളനത്തിലെ അനുഭവം കൊണ്ട് ഈ സഹോദരിക്ക് തോന്നുന്നത് കേവലം നമുക്ക് നന്മയുടെ പാതയിലേക്ക് പോകാൻ, കാരണം നമ്മളെല്ലാം അനേകം ചെറുതും വലുതുമായ സംഘടനകളുടെ പ്രതിനിധികളാണ്. കേവലം നമുക്ക് ഒന്നായി പോകാൻ വേണ്ടത് കേവലം രണ്ട് കാര്യമാണ്. ഭഗവാൻ പറയുന്നത്, ഒന്ന്, ഞാനെന്ന ഭാവത്തെ സമർപ്പണം ചെയ്യാൻ കഴിഞ്ഞാൽ, എൻ്റേതെന്ന അഹങ്കാരത്തെ സമർപ്പണം ചെയ്യാൻ കഴിഞ്ഞാൽ ചേർന്ന് പോകാനും ചേർത്ത് കൊണ്ടുപോകാനും നമുക്കെല്ലാവർക്കും എളുപ്പമാകും. കേവലം വേണ്ടത് സ്വപരിവർത്തനം. നമ്മുടെ സമൂഹത്തിൽ എന്ത് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് കേവലം ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക, നമ്മൾ നടന്നു കാണിക്കുക, ചെയ്ത് കാണിക്കുക. നമ്മളിലൂടെ എല്ലാവരും തീർച്ചയായും വൈബ്രേഷൻ എടുക്കും, പ്രേരണ എടുക്കും. നമ്മുടെ ജീവിതമാകട്ടെ എല്ലാവർക്കും പ്രേരണ. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി. പ്രത്യേകിച്ചും സ്വാമിജിമാരെല്ലാവരും ഈ നേതൃത്വ സമ്മേളനത്തിന് വേണ്ടി ഈ ശിവജ്യോതി ഭവനം തിരഞ്ഞെടുത്തതിൽ എല്ലാ സ്വാമിമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.